ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. ഇന്ന് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ നല്ല പഴുത്ത 5 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 6 കാന്താരി മുളക്, 3-4 അല്ലി വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ശർക്കര, ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും, 1/2 കപ്പ് തൈര്. ഇത് നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ളതാണ്. 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 ചുവന്ന മുളക് കട്ട് ചെയ്തെടുത്തത്, കറിവേപ്പില. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ മൺചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇനി നമുക്ക് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 15-20 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തിളച്ച് വരുന്നിടം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മധുരം ഉള്ളതുകൊണ്ട് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മാങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയൊന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാങ്ങ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആയി. മാങ്ങയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. തേങ്ങയുടെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ തേങ്ങയുടെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലാസ്റ്റ് കടുകും കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ചുവന്ന മുളക്, കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.